ലാൽ ജോസ് സംവിധാനം ചെയ്ത ചാന്തുപൊട്ടിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന നടനാണ് ബാലു വർഗീസ്. ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്ത ഹണീബിയിലൂടെ ബാലു ശ്രദ്ധേയനായി. പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ ചെയ്ത് മലയാള സിനിമയിൽ സജീവമാകാൻ ബാലുവിന് സാധിച്ചു. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയമായ മഞ്ഞുമ്മൽ ബോയ്സിലും ബാലു വർഗീസ് ഭാഗമായിരുന്നു. കഴിഞ്ഞ വർഷം മഞ്ഞുമ്മൽ ബോയ്സ് അല്ലാതെ തന്നെ ഞെട്ടിച്ച ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ബാലു വർഗീസ്. ഭ്രമയുഗം എന്ന സിനിമ തനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നുവെന്ന് ബാലു വർഗീസ് പറഞ്ഞു. അർജുൻ അശോകൻ തന്റെ സുഹൃത്തായതുകൊണ്ട് പൊക്കിപ്പറയുന്നതല്ലെന്നും ആ സിനിമ തന്നെ ശരിക്കും ഞെട്ടിച്ചെന്നും ബാലു കൂട്ടിച്ചേർത്തു. മലയാള സിനിമ ഇവോൾവ് ചെയ്യുന്നുവെന്ന് പല ചർച്ചകളിലും ആളുകൾ പറയുന്ന സമയമാണിതെന്ന് ബാലു വർഗീസ് പറഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ ചെയ്ത് ഞെട്ടിക്കുക എന്നത് ചെറിയ കാര്യമല്ലെന്നും അതിൽ ഭ്രമയുഗം വിജയിച്ചു എന്നും ബാലു കൂട്ടിച്ചേർത്തു. സിനിമ കണ്ട ശേഷം അർജുൻ അശോകനെ വിളിച്ച് സിനിമയെപ്പറ്റി സംസാരിച്ചെന്നും ബാലു വർഗീസ് പറഞ്ഞു. എന്നാൽ അത് കേട്ട് പോയടാ എന്ന് അർജുൻ തന്നോട് പറഞ്ഞെന്നും താൻ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായി അർജുൻ തോന്നിയെന്നും ബാലു വർഗീസ് കൂട്ടിച്ചേർത്തു. മഞ്ഞുമ്മൽ ബോയ്സ് പലരുടെയും ഇഷ്ട സിനിമകളുടെ ലിസ്റ്റിലുണ്ട്. പക്ഷേ എന്നെ വല്ലാതെ ഞെട്ടിച്ച സിനിമ ഭ്രമയുഗമാണ്. അർജുൻ അശോകൻ കൂടെയുള്ളത് കൊണ്ടല്ല ഇക്കാര്യം പറയുന്നത്. എന്നെ വല്ലാതെ ഞെട്ടിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു. അതായത് മലയാള സിനിമ വല്ലാതെ ഇവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പലരും ഓരോ ചർച്ചകളിൽ പറയുന്നുണ്ട്. അപ്പോഴാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ നമ്മളെ ഞെട്ടിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. അതിൽ ഭ്രമയുഗം എന്ന സിനിമ വിജയിച്ചിട്ടുണ്ട്. സിനിമ കണ്ടിട്ട് പലരും അർജുനെ വിളിച്ച് സംസാരിച്ചെന്ന് കേട്ടു. ഞാനും അവനെ വിളിച്ച് സംസാരിച്ചു. പക്ഷേ അത് കേട്ടിട്ട് അവൻ ഒന്ന് പോയടാ എന്നാണ് പറഞ്ഞത്. കളിയാക്കാനാണ് വിളിച്ചതെന്ന് അവൻ വിചാരിച്ചു, ബാലു വർഗീസ് പറഞ്ഞു.